ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇതിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വിവരങ്ങൾ പറയുന്നത്. ചില മീഡിയകൾ പറയുന്നു അമേരിക്കയുടെ പിന്തുണയില്ല, ഇസ്രായേൽ ഒറ്റക്കാണ് ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത് എന്ന തരത്തിലാണ്. എന്നാൽ ചില മീഡിയകൾ പറയുന്നു അമേരിക്കയുടെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അക്രമം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക ഇസ്രായേലിനെ പിന്തുണക്കും എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പും അവരുടെ മുന്നോട്ടുള്ള ജീവിത രീതിയും ഒക്കെ ഇറാൻ്റെ ശക്തിയെ ക്ഷയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതും, യമനല്ല യുദ്ധം നടത്തുന്നത്, ഇറാനാണ്. അതുകൊണ്ട് അവരുടെ സൈനികപരമായിരിക്കുന്ന അവരുടെ ശക്തി, ആയുധപരമായിരിക്കുന്ന ശക്തി ഇല്ലാതാവുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിന് അമേരിക്കയുടെ പ്രതിനിധികൾ ഇതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക പ്രസിഡന്റ് ട്രംപിന് തന്നെ അറിയാം. ട്രംപ് മൗനം പാലിക്കുകയാണ് എന്ന തരത്തിലാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന ആണവായുധ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വ്യവസ്ഥ ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ ഒരുപാടായി തുടങ്ങിയിട്ട് 4 വട്ട ചർച്ച നടത്തി. 5ാം വട്ട ചർച്ച റോമിലേക്ക് വെച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ നയങ്ങളിൽ നിന്ന് ഇറാൻ ഇപ്പോഴും വ്യതിചലിച്ചിട്ടില്ല, മാറ്റങ്ങളൊന്നുമില്ല. തങ്ങളുടെ നിലപാടുകൾ മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും, 2015 ഇറാനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് അമേരിക്ക റദ്ദാക്കിയതാണ്. ഞങ്ങളല്ലേ റദ്ദാക്കിയത്, റഷ്യയും ചൈനയും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു ആണവായുധ സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു. അത് ഈ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ട്രംപ് പൊടുന്നനെ അതില്ലാതാക്കിയതാണ്. അമേരിക്കയാണ് അത് ഒഴിവാക്കിപ്പോയത്. അത് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇറാൻ പറഞ്ഞു. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി വലിയ തോതിലാണ് ആയുധ ശേഖരങ്ങളും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇറാൻ നിർമ്മിച്ചത് എന്ന് പിന്നീട് അമേരിക്ക പറയുകയും ചെയ്തു. 2015 ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതോട് കൂടിയിട്ടാണ് ഇറാൻ്റെ ആണവായുധ വിഷയങ്ങൾ എല്ലാ കാലത്തും തങ്ങൾക്ക് തലവേദനയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് ഒരു കരാർ വ്യവസ്ഥയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത്. ആ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണവായുധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകുന്ന തരത്തിലുള്ളൊരു കരാർ വ്യവസ്ഥയായിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന യുദ്ധത്തിലൊക്കെ ഇറാൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമുണ്ട്. അത് അമേരിക്കയും ഇസ്രായേലിനും ഭീഷണിയാണ്. ഇത്രയും ശക്തമായ രീതിയിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുന്നത് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ഉറപ്പായതുകൊണ്ടാണ്. അതുകൊണ്ട് പരമാവധി മേഖലകളൊക്കെ തങ്ങൾക്ക് രഹസ്യമായി കിട്ടിയിരിക്കുന്നു എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇറാൻ പറഞ്ഞതാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ മുറിഞ്ഞു പോകുന്നത് ഇസ്രായേലും ആണവായുധമുണ്ട് എന്നതിനാൽ അവിടെയും പരിശോധന നടത്തണം എന്ന് ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ ഇറാൻ പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതും, ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമില്ല, അവരങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ അത് പാടില്ല എന്ന് പറയുമ്പോൾ ഇരട്ട മുഖങ്ങളും ഇരട്ട നിലപാടുകളും ശരിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രണ്ടും പരിശോധിക്കണം എന്ന് പറയുമ്പോഴാണ് ഒരു 1ാം ഘട്ട ചർച്ച പരാജയപ്പെട്ടത് അങ്ങനെയാണ്, 2, 3 ഘട്ട ചർച്ച പരാജയപ്പെട്ടത് അങ്ങനെയാണ്. ഇപ്പോൾ 4ാം ഘട്ടവും കഴിഞ്ഞു, 5ാം ഘട്ടത്തിലെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയും യമനും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടുകൂടി വലിയ ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അവരുടെ തുറമുഖങ്ങൾ പോലും സുരക്ഷിതമല്ലെന്നും 2-ലധികം തുറമുഖങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അടച്ചിരിക്കുകയാണ്. കാര്യം ഏത് സമയത്താണ് ഈ തങ്ങളുടെ ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം വരിക എന്നുള്ളത് മുന്നറിയിപ്പ് പോലും ഇല്ലാത്തൊരു തരത്തിലാണ് അക്രമ പരമ്പരകൾ തന്നെ ഉണ്ടാകുന്നത്. ഇങ്ങനെ പോകുന്നു അവരുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണം. എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നു, അമേരിക്കയുടെ ഇൻ്റലിജൻസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാന് നേരെ നമ്മൾ നടത്തുന്ന ഏതൊരു ആക്രമണവും ഞങ്ങളുടെ നട്ടിലൊടിക്കുന്ന തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറാൻ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ റഷ്യയും ചൈനയും ഈ കാര്യത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാകും എന്നത് മാത്രമല്ല, ഇസ്രായേലിന് നിലനിൽക്കുക എന്നുള്ളത് പോലും പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും.
ഈ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥിതി കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചർച്ച നടത്താൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ട്. അതായത് യമനുമായിട്ട് ചർച്ച നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ഇസ്രായേലിന് താല്പര്യമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തരത്തിലും ഇസ്രായേലുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു അഭിപ്രായം ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയ്ക്ക് യമനുമായിട്ട് ചർച്ച നടത്താമെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു. അതിന് മറ്റൊരു രീതി അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഭീകരവാദികളുടെ ലിസ്റ്റിൽപ്പെട്ട വിഭാഗങ്ങളുമായിട്ടൊക്കെ അമേരിക്ക ഇപ്പോൾ ചർച്ച നടത്തുന്നു. അതിപ്പോൾ ഹമാസിൻ്റെതാണെങ്കിൽ അത് ഭീകരവാദ ലിസ്റ്റിൽപ്പെട്ടതായിട്ട് അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിനിടെ പുറത്തു വന്നതാണ്. യമനിലുള്ള ഹൂത്തികളും ഇതേപോലെ തന്നെ ഭീകരവാദ ലിസ്റ്റിൽപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ രണ്ട് വിഭാഗങ്ങളുമായിട്ടും അമേരിക്ക ചർച്ച നടത്തിയിട്ടുണ്ട്, കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹമാസുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ബന്ദിയെ മോചിപ്പിച്ചിട്ടുണ്ട് ഹമാസ്. ഇവിടെ യമനുമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ അവിടെ പ്രഖ്യാപിക്കുന്നു. ഇനി സിറിയയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി എന്ന് പറഞ്ഞാൽ $10 മില്യൺ തലക്ക് വില മതിച്ച ഭീകരവാദികളുടെ IS-ൻ്റെ നേതാവായിട്ടാണ് അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹമായിട്ട് സൗദി അറേബ്യയിൽ വെച്ച് കൃത്യമായ രീതിയിൽ 30 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭീകരവാദവും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ അമേരിക്കക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഭീകരവാദികളാക്കും, താല്പര്യമില്ലെങ്കിൽ അവർ മിതവാദികളാക്കും. ഇത്തരം അതിലൊക്കെ വിഷയമുള്ളൂ. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന റിപ്പോർട്ട് ഇപ്പം അത്ര ഗുണപരമായിരിക്കുന്ന റിപ്പോർട്ടല്ല. ഇറാൻ ആക്രമിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ്റെ തിരിച്ചടിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്തത് വലിയ പരാജയമായിട്ട് നിലനിൽക്കുന്നു എന്നുകൂടിയാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.